മണിപ്പൂരിലേക്ക് പോകുന്നു. അവിടെ സ്ഥിതിഗതികൾ അത്ര പന്തിയല്ല. ജിരിബാമിൽ കൊല്ലപ്പെട്ട 3 പേരുടെ കൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്ത്. 10 മാസം പ്രായമുള്ള കുഞ്ഞടക്കമുള്ളവർക്ക് നേരെ ക്രൂരമായ ആക്രമണം നടന്നു എന്നാണ് റിപ്പോർട്ട്. അസമിൽ അഭയം പ്രാപിച്ച കുക്കി വിഭാഗത്തിൽ നിന്നുള്ളവരെ തിരികെ മണിപ്പൂരിലേക്ക് അയച്ചു. വിനിത വിജി ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ വച്ചിരുന്നുണ്ട്. വിനിത, ഗുഡ് മോർണിംഗ്. അപ്പോൾ അവിടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് മാത്രമല്ല, നാൾക്ക് നാൾ ആഴത്തിലേക്ക് പോകുന്നു, നാൾക്ക് നാൾ സങ്കീർണമാകുന്നു. ഏതെങ്കിലും തരത്തിൽ ഒരു പരിഹാരത്തിൻ്റെ നല്ല സൂചന അന്തരീക്ഷത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ വിനീത? വെരി ഗുഡ് മോർണിംഗ് ഹാഷ്മി. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകണമെന്ന് തന്നെയാണ് നമ്മുടെയും ഒക്കെ ആഗ്രഹം. കാരണം അത്രത്തോളം ദുസ്സഹമാവുകയാണ് മണിപ്പൂരിലെ സാധാരണക്കാരായ ആളുകളുടെയൊക്കെ ഒരു ജീവിതം. നമുക്ക് അതിൻ്റെ ഓരോ കൊലപാതകങ്ങളും ഈ പറയുന്ന പോലെ നമ്മളൊക്കെ മണിപ്പൂരിൽ പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അവിടെ ഏറ്റവും ദയനീയമായിട്ടുള്ള കാഴ്ചകളാണ്, കണ്ണുനീരിൻ്റെ കാഴ്ചകളാണ്, പ്രതിഷേധത്തിൻ്റെ ഒച്ചകളാണ്, നിലവിളികളാണ്. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മണിപ്പൂരിൽ നിന്ന് വാർത്തകളൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഇതാ ഞെട്ടിപ്പിക്കുകയും ദാരുണമായ ഒരു സംഭവം കൂടിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ നവംബറിലാണ് ഒരു കുടുംബത്തിലെ മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ട ഒരു കുടുംബത്തിലെ 6 പേരെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. ഈ കൊലപാതകത്തിന് പിന്നിൽ കുക്കി വിഭാഗം എന്നുള്ളതാണ് ആരോപണം. ഇതിൽ 3 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നേരത്തെ തന്നെ പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു 10 മാസം പ്രായമുള്ള ഒരു കുഞ്ഞിന്റെയും 8 വയസ്സുള്ള മറ്റൊരു കുട്ടിയുടെയും ഇവരുടെ അമ്മയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ വലിയ ആക്രമണങ്ങൾക്ക് ഈ 3 പേരും ഇരകളായി എന്നാണ് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. ഇങ്ങനെയാണ് ഈ 10 മാസം പ്രായമുള്ള കുഞ്ഞുൾപ്പെടെ 2 കുട്ടികളുടെയും അമ്മയുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ 10 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കാൽമുട്ടിന് വെടിയേറ്റുന്നതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. നെഞ്ചിൽ കുത്തേറ്റതായും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. ഈ താടിയലിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് പരിക്കേൽപ്പിച്ച നിലയിലാണ്, ഈ 2 കണ്ണുകളും നഷ്ടമായ നിലയിലാണ് ഈ കുഞ്ഞിന്റെ മൃതദേഹമുള്ളത്. ഒപ്പം തന്നെ നെഞ്ചിലേറ്റ മുറിവ് അതൊരു പക്ഷേ വാരിയലിൽ പൊട്ടി ഉണ്ടായതാകാമെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. 8 വയസ്സുകാരിയുടെ തോളിലാണ് ഈ വെടിയേറ്റിട്ടുണ്ടായിരുന്നത്. തോളിലേറ്റ വെടിയുണ്ട ശ്വാസകോശത്തിലൂടെയും നെഞ്ചിലൂടെയും തുളച്ച് പുറത്തേക്ക് പോയെന്നും ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവരുടെ അമ്മ ടെലീം തോബോയി ദേവി എന്നാണ് അവരുടെ പേര്. അവരുടെ നെഞ്ചിൽ 4 തവണ വെടിയേറ്റിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഈ സ്ത്രീയുടെ 2 കണ്ണുകളും നഷ്ടമായ നിലയിലാണ് ആ മൃതദേഹമുള്ളത്. 31 വയസ്സ് മാത്രമാണ് ഈ സ്ത്രീയുടെയും പ്രായം. തലയോട്ടിയുടെ എല്ലുകൾ ഒടിഞ്ഞ് ഉള്ളിലേക്ക് കയറിയ നിലയിലാണെന്നും പറയുന്നുണ്ട്. ഈ തല പൂർണ്ണമായും തകർന്ന നിലയിലാണുള്ളതെന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ഇത് 3 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ വിവരങ്ങളാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവരുടെ കുടുംബത്തിലുള്ള 2 സ്ത്രീകളുടെയും മറ്റൊരു കുഞ്ഞിന്റെയും പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ വിവരങ്ങളൊക്കെ തന്നെ വളരെ ഞെട്ടിപ്പിക്കുന്നത് കൂടിയാണ് ഹാഷ്മി. കാരണം എത്രത്തോളം ആ 10 വയസ്സുള്ള കുഞ്ഞടക്കം എത്രത്തോളം ദാരുണമായിട്ടുള്ള ആക്രമണങ്ങൾക്കും കൊലപാതകങ്ങൾക്കും ഒക്കെ ഇരയായിട്ടുണ്ട് എന്നാണ് നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണയായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് വലിയ ആശങ്കയിൽ തന്നെയാണ് അവരുള്ളത്. ഇരു വിഭാഗങ്ങളായി മനുഷ്യർ തിരിഞ്ഞവർ പരസ്പരം യുദ്ധം ചെയ്ത ഒരു സാഹചര്യം അത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. അങ്ങനെ ഒരു രീതിയിലേക്കാണ് നിലവിൽ മണിപ്പൂർ പോകുന്നത്. ഹാഷ്മി, ഓക്കെ. വിനിത വിജിയാണ് വിവരങ്ങൾ നൽകിയത്. വിനിത ഡൽഹിയിൽ വന്നു ചോദിക്കുന്നുണ്ട്. വിനിത ഡൽഹിയിൽ വന്നു. വിനിത അവിടെ മണിപ്പൂരിൽ പോയി. അവിടെ മെയ്തേയ് ക്യാമ്പിൻ്റെ ലീഡറുടെ ആ ക്യാമ്പിൽ അവർ രഹസ്യ സംഗീതത്തിൽ പോയി, കുക്കി ക്യാമ്പിൽ പോയി മുഖ്യമന്ത്രി ബിരേൻ സിംഗിനെ കണ്ടു. അങ്ങനെ മൊത്തത്തിൽ എല്ലാവരെയും ഒന്ന് കണ്ടതിന് ശേഷം ബാക്ക് ടു ഡൽഹി എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിനിത പറയുന്നതിന് നേർക്ക് നേർ കണ്ട വിവരങ്ങളുടെ ഒരു ആർജവം വിനിതയുടെ വാക്കുകൾക്കുണ്ട്.